കൊല്ലം കുളത്തൂപ്പുഴ ഓയിൽ പാമ്പിലെ തീപിടുത്തം പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കി. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയത്. സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്ന് അഞ്ചൽ റേഞ്ച് ഓഫീസർ അജികുമാർ 24-നോട് പറഞ്ഞു. അത് ഏകദേശം ഇപ്പോൾ നമ്മുടെ ഈ സമയമായപ്പോഴത്തേക്കും ഫുള്ള് കൺട്രോളിൽ ആയി കഴിഞ്ഞു. തീ 4 ഫയർഫോഴ്സ് യൂണിറ്റുകളിൽ നിന്നായി 5 ഫയർഫോഴ്സ് വാഹനങ്ങളും കുളത്തൂപ്പുഴ, പാലോട്, പത്തനാപുരം റേഞ്ചിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും വാച്ചർമാരും എല്ലാം ചേർന്ന് ജനവാസ മേഖലയിലോട്ടും വനം മേഖലയിലോട്ടും തീ കയറാതെ നമ്മൾ പൂർണ്ണമായി തീ കെടുത്തിയ അവസ്ഥ. ഒരു ഭീതിക്കുള്ള സാഹചര്യം ഇവിടെ ഇല്ല. നമ്മൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ ഇപ്പോൾ തന്നെ 24 മണിക്കൂറും ഇവിടെ ഉണ്ടാകും. തീർച്ചയായിട്ടും അതിനകത്ത് അന്വേഷണം ഉണ്ടാവും. അതിനകത്ത് തുടർ നടപടികളും ഉണ്ടാകും. അരുൺ രാജുണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി. അരുൺ, എങ്ങനെ ഈ തീ പടർന്നു എന്നതിൽ വ്യക്തതയായിട്ടുണ്ടോ? പ്രാഥമികമായെങ്കിലും എന്തൊക്കെയാണ് വിവരങ്ങൾ അരുൺ? ഫോറസ്റ്റിന്റെയും ഫയർഫോഴ്സിന്റെയും ഒരു വിലയിരുത്തൽ ജനവാസ മേഖലയിൽ നിന്നാണ് ഈ തീ ഈ കാട്ടിലേക്കും അതുപോലെ തന്നെ ഓയിൽ ഫാമിന്റെ മേഖലയിലേക്കും അടക്കം പടർന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തി മാത്രമേ ഇക്കാര്യത്തിൽ സ്ഥിരീകരണത്തിലേക്ക് ഫോറസ്റ്റും ഫയർഫോഴ്സും കടക്കുകയുള്ളൂ. അത് നാളെ രാവിലെയോടെ തന്നെ ആരംഭിക്കുകയും ചെയ്യും. ഇക്കാര്യത്തിൽ ചില ദുരൂഹതകൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരുടെ വാക്കിൽ നിന്ന് വ്യക്തമാകുന്നത്. ഏറെ ആശ്വാസകരമായ കാര്യം, കഴിഞ്ഞ ഏറെ മണിക്കൂറുകളായി നമ്മളൊക്കെ ആശങ്കയിൽ നിന്ന് ആ തീ അത് പൂർണ്ണമായും കെടുത്താൻ ഇപ്പോൾ ഫയർഫോഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ രാത്രിയിലടക്കം നിരീക്ഷണം തുടരും എന്നുള്ളതാണ് ഫോറസ്റ്റ് വ്യക്തമാക്കുന്നത്. കാരണം ഏതെങ്കിലും സാഹചര്യത്തിൽ വീണ്ടും തീ പടരാനുണ്ടായ സാഹചര്യം ഉണ്ടായാൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ അടക്കം സ്ഥലത്ത് വിന്യസിച്ചുകൊണ്ടുണ്ട്. ഇപ്പോൾ അത് അവരെ ഉപയോഗിച്ച് ഈ തീ അണയ്ക്കാനുള്ള ശ്രമമായിരിക്കും ഫോറസ്റ്റ് നടത്തുക. അങ്ങനെ ഒരു ഇരു സേനകളുടെയും സംയുക്തമായ രീതിയിലുള്ള ഒരു നീക്കമായിരിക്കും ഇനി ഉണ്ടാവുക എന്നുള്ളതാണ് ഫോറസ്റ്റും ഫയർഫോഴ്സ് ഓഫീസർമാരും നമ്മളോട് വ്യക്തമാക്കിയത്. എന്തായാലും നിലവിൽ തീ നിയന്ത്രണ വിധേയമാണ്. ഓയിൽ ഫാമിന് കോടികളുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഓയിൽ ഫാം മാനേജ്മെന്റ് വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നാളെ രാവിലെ ഓയിൽ ഫാമിന്റെ ജീവനക്കാരും ആരംഭിക്കും. എന്നാലും ജനവാസ മേഖലയിൽ നിന്ന് തീ ഏത് സാഹചര്യത്തിൽ പടർന്നു, എങ്ങനെയാണ് ഇതിന്റെ ഉറവിടം എന്നീ അടക്കമുള്ള കാര്യങ്ങളിൽ നാളെയായിരിക്കും പരിശോധന ഉണ്ടാവുക. ശരി അരുൺ. അരുൺ രാജാണ് വിശദാംശങ്ങൾ നൽകിയത്.